കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിലിന് ഇന്ന് സൈന്യമിറങ്ങും. രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നത് വൈകും. മഴയും വെളിച്ചക്കുറവുമാണ് തിരച്ചിൽ വൈകാൻ കാരണം. ഇന്നലെ റഡാർ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്തെ മണ്ണുനീക്കമാണ് ഇന്നും നടക്കുക. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. PK സരീഷ് ചേരുന്നുണ്ട് സ്ഥലത്ത് നിന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. 118 മണിക്കൂറായി ഒരു ജീവൻ മണ്ണിനടിയിൽ പെട്ടിട്ട് ആ ജീവന്റെ തുടുപ്പിന് വേണ്ടി നമ്മൾ ഇന്നും തിരച്ചിലിനായി ഇറങ്ങുകയാണ്. സൈന്യം ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് തിരച്ചിലിനിറങ്ങും. എന്താണ് നിലവിലെ സാഹചര്യം? മഴയുടെ ഒരു സാന്നിധ്യം എന്താണ്? മഴ പെയ്താൽ ഒരു മണ്ണിടിയാനുള്ള സാധ്യതയും മറ്റും ഇന്നലെ സരീഷ് സൂചിപ്പിച്ചിരുന്നതാണ്. ഇന്ന് എന്താണ് അവസ്ഥ? പ്രത്യാശാഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് രണ്ട് തരത്തിലുള്ള ഇടപെടലുകൾ. ഒന്ന്, ഇന്നലെ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, കേന്ദ്രസേന അല്ലെങ്കിൽ സൈന്യം ഇറങ്ങുന്നു എന്നുള്ള രണ്ട് ഗുണകരമായ സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് ഈ ദിനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഗുണകരമായ ഒരു നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അതായത് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ വൈകിട്ട് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാവുന്ന ഒരു നീക്കം ഇവരുടെ ഭാഗത്ത്, അതായത് റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഏതെങ്കിലും രീതിയിൽ വാഹനം കണ്ടെത്താനാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വൈകിട്ടോടെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കോടൊപ്പം അർജുൻ്റെ ബന്ധു കൂടിയായ ജിതിൻ ജെരി, ഇന്ന് സൈന്യം എത്തുന്നു, റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്തുന്നു. എത്രത്തോളം പ്രതീക്ഷയിലാണ്? തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. സൈന്യം വന്നാൽ എന്തായാലും വിത്തിൻ 2 or 3 hours അവനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴും നമ്മൾ കരുതുന്നത്, പ്രതീക്ഷിക്കുന്നത്. കുറച്ച് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതിലൊരു ഒരു നിരാശ ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം ഒരു മിനിറ്റ് മുന്നേ അർജുനെ എടുക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് നടന്നിട്ടില്ല. നോക്കാം ഇന്നെന്താ നടക്കുക എന്നുള്ളത്. ഇന്നലെ ഒരു ഏരിയ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ എന്തൊക്കെയാണ് പുരോഗമനം എന്ന് ഇന്ന് നോക്കാം.